കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിലും പ്രകൃതിക്ഷോഭത്തിന്റെ കെടുതിയിലും നട്ടം തിരിയുകയാണ് മലയോരത്തെ കർഷകർ. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ. കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിലും പ്രകൃതിക്ഷോഭത്തിന്റെ കെടുതിയിലും നട്ടം തിരിയുകയാണ് മലയോരത്തെ കർഷകർ. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കൃഷിനാശം മൂലം ദുരിതമനുഭവിക്കുന്ന കർഷകർക്ക് ഇരട്ടിയായിട്ടാണ് വേനൽ മഴയും കാറ്റും നാശം വിതച്ചത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലും കനത്ത കാറ്റിലും നൂറുകണക്കിന് വിളകളാണ് നഷ്ടമായത്. കുലച്ചുകൊണ്ടിരിക്കുന്ന വാഴകളും റബ്ബർ മരങ്ങളും കമുകുകളുമാണ് നിലം പൊത്തിയതെന്ന് കൃഷിനാശം സംഭവിച്ച സ്ഥലങ്ങൾ സന്ദർശിച്ച ചെറുപുഴ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ പറഞ്ഞു. ഇപ്പൊ ഊമലയിലാണ് ഉള്ളത്. അപ്പൊ ഇന്നലെ പെയ്ത വേനൽ മഴയിൽ ഒരുപാട് നാശനഷ്ടം ചെറുപുഴ പഞ്ചായത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ തിരുമേനിയിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. രാവിലെ ഏകദേശം 10 മണി മുതൽ നമ്മൾ ഒരു കൃഷി സ്ഥലങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. തിരുമേനിയിൽ തന്നെ ഏകദേശം 10-200 വാഴകൾ കൊലച്ചുകൊണ്ടിരിക്കുന്ന വാഴകളാണ് പോയത്. അതുപോലെ ചുണ്ടയിൽ റബ്ബർ പോയിട്ടുണ്ട്, കവുങ്ങ് പോയിട്ടുണ്ട്, അതുപോലെ വാഴകൾ പോയിട്ടുണ്ട്. ഇപ്പൊ ഊമലയിൽ നമ്മുടെ ജോസഫ് ഏട്ടൻ, അദ്ദേഹം സ്ഥിരമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതമാർഗം എന്ന് പറഞ്ഞാൽ തന്നെ വാഴയാണ്. ഈ സ്ഥിരമായിട്ട് വാഴ ചെയ്യുന്നതാണ്. കഴിഞ്ഞ വർഷം കുറെ പ്രകൃതിക്ഷോഭത്തിൽ പോയിട്ടുണ്ട്. ഇപ്പൊ വേനൽ മഴ തുടങ്ങിയത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ട് കെട്ടിവെച്ചതാണ്. അപ്പൊ മറ്റു കൂലി കൊടുത്തിട്ടടക്കം അദ്ദേഹം ഉൾപ്പെടെ കൃഷി ചെയ്തിട്ടുണ്ടാക്കുന്നതാണ്. ഇത് ഏകദേശം ഈ വർഷം ഏകദേശം 100ഓളം വാഴകൾ ഇൻഷുർ ചെയ്ത് 150 വാഴ ഇൻഷുർ ചെയ്ത് അത് 100 എണ്ണവും ഇപ്പൊ നിലം പരിശായിട്ടുള്ളത്. അതാണ് ഈ കർഷകരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നം. ഇതാണ് മുൻകരുതലുകൾ സ്വീകരിക്കാൻ നമ്മൾ പറഞ്ഞു, ഇൻഷുർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതിന്റെ ഒരു പരിരക്ഷ ലഭിക്കും. എന്നാലും 10-30 കിലോ ഒക്കെ വരുന്ന കൊലകളാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രയും നല്ല തൂക്കം വരുന്നുണ്ട്. ഇത് മൂത്ത് കഴിഞ്ഞാൽ ഇതുപോലെ പ്രകൃതിക്ഷോഭം വരുമ്പോഴും അതുപോലെ തന്നെ മറ്റ് പന്നിയുടെ ആക്രമണമായാലും ഏതായാലും ബുദ്ധിമുട്ടിലാണ് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് കൃഷിഭവന് പറയാനുള്ളത് ഇൻഷുറൻസ് പരിരക്ഷ. അപ്പൊ അദ്ദേഹം കഴിഞ്ഞ വർഷം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇൻഷുറൻസ് ചെയ്തുകൊണ്ട് കുറച്ചൊരു സഹായം ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല പറയാനുള്ളത്. തിരുമേനിയിൽ PT ജോജോമോൻ, EJ വിൽസൺ എന്നിവരുടെ 50 വീതം വാഴകൾ പൂർണ്ണമായി നശിച്ചു. ചുണ്ടയിലുള്ള VA ആന്റണി, MD തോമസ് എന്നിവരുടെ റബ്ബറും കമുകും കാറ്റിൽ നശിച്ചു. ഊമലയിലുള്ള കൊല്ലംപറമ്പിൽ ജോസഫിന്റെ കുലച്ചുവരുന്ന 100ഓളം ഏത്തവാഴകൾ നശിച്ചു. കൃഷിഭവന്റെ നിർദ്ദേശപ്രകാരം ശാസ്ത്രീയമായി കൃഷി ചെയ്ത 30 കിലോ വരെ തൂക്കം വരാവുന്ന വാഴക്കുലകളാണ് നിലം പതിച്ചതെന്ന് സുരേഷ് കുറ്റൂർ പറഞ്ഞു. ഏകദേശം 5 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം. മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ, ഇന്റീരിയർ വർക്കുകൾ, പ്ലാൻ, എസ്റ്റിമേഷൻ, സൂപ്പർവിഷൻ, ഡോക്യുമെന്റേഷൻ, ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയസമ്പത്തും 100% വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു. ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ 9400557109.